നമസ്തേ. എല്ലാവർക്കും പണം ഉണ്ടാക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഈ പണം ഉണ്ടാക്കുന്നതിൽ നിന്ന് നമ്മളെ തടയുന്നതായിട്ടുള്ള ആത്മീയവും അതുപോലെ തന്നെ മനഃശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. കാരണം പണം ഉണ്ടാക്കണം എന്നുള്ള ആഗ്രഹം നടക്കണമെങ്കിൽ അത് എന്തുകൊണ്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല, അതിനെ തടയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് തിരിച്ചറിയുകയും അതിനെ നമ്മൾ ഓവർകം ചെയ്ത് പോവുകയും ചെയ്യണം. അപ്പൊ ആ ഒരു മേഖലയിൽ നമ്മൾ ഫിറ്റ്നസ് കൈവരിക്കുന്ന സമയത്താണ് നമുക്ക് ആ ഒരു കാര്യത്തിനെ നേടാനായിട്ട് സാധിക്കുന്നത്. ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത്, പലപ്പോഴും നമ്മൾ ഈ പണം എന്ന് പറയുമ്പോൾ, പണക്കാരൻ എന്ന് പറയുമ്പോൾ നമ്മൾ പുറത്തേക്ക് നോക്കുകയാണ്, അല്ലെങ്കിൽ മുകളിലേക്ക് നോക്കുകയാണ്. നമ്മളെക്കാളും പണം ഉള്ളതായിട്ടുള്ള ആളുകൾ, അത് നമ്മുടെ നാട്ടിലുള്ള ആളുകളെ അല്ല, ഒരുപക്ഷെ അംബാനിയെ ഒക്കെ ആയിരിക്കും നമ്മൾ നോക്കുന്നത്. അപ്പൊ ഈ പണം ഉണ്ടാക്കുന്നത് അവരെ പോലെയുള്ള വലിയ വലിയ ആളുകൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. എന്നെ പോലെയുള്ള ഒരാൾക്ക്, ഞാനൊരു സാധാരണക്കാരനായിട്ടുള്ള മനുഷ്യനാണ്, എന്നെ പോലുള്ള ഒരാൾക്ക് ഇത് സാധിക്കില്ല, ഇങ്ങനെയുള്ള രീതിയിലുള്ള ചില ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം കടന്നുകൂടുക എന്നുള്ളതാണ്. ഏത് സാധാരണക്കാരനാണെങ്കിലും നമ്മൾ ചരിത്രത്തിലേക്ക് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്ന് കോടീശ്വരനായിട്ടുള്ള അവസ്ഥയിലേക്ക്, ശതകോടീശ്വരനായിട്ടുള്ള അവസ്ഥയിലേക്ക് ആളുകൾ എത്തിച്ചേരുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവരുടെ ബുദ്ധി, അതുപോലെ തന്നെ അവരുടെ ക്രമമായിട്ടുള്ള കഠിനമായിട്ടുള്ള പ്രയത്നമാണ് അതിന്റെ പിന്നിൽ വർക്ക് ചെയ്യുന്നത്. ഈ കഠിന പ്രയത്നം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുക. കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് എല്ലാ മനുഷ്യനും പറ്റാത്തതായിട്ടുള്ള ഒരു കാര്യം. കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുക എന്നുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരുപാട് അധ്വാനിക്കുക എന്നുള്ളതിൽ അപ്പുറത്തേക്ക് കൃത്യമായിട്ട് നമ്മുടെ വർക്കിന്റെ പാറ്റേൺ, ആ റിപ്പീറ്റഡ് നേച്ചർ ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. അതെന്റെ മുൻപുള്ള വീഡിയോകൾ കണ്ടിട്ടുള്ള ആൾക്കാർക്ക് അറിയാം എന്താണ് ഞാൻ ഈ പാറ്റേൺ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എസ്പെഷ്യലി നമ്മൾ ഹെർമെറ്റിക് പ്രിൻസിപ്പിളിലേക്കൊക്കെ പോകുന്ന സമയത്ത് അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഈ പാറ്റേണുകളുടെ രഹസ്യം എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ വരുന്നത് എന്നുള്ളത്. ഈ പ്രപഞ്ചത്തിലെ എല്ലാ കാര്യങ്ങൾക്കും പാറ്റേൺ ഉണ്ട്. അപ്പൊ നമ്മൾ റിച്ച് ആകണമെങ്കിൽ നമ്മുടെ ബിഹേവിയറിന് ഒരു സർട്ടൻ പാറ്റേണിലേക്ക് നമ്മൾ എത്തിക്കണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമ്മുടെ കർമ്മം നമ്മൾ കൃത്യമായിട്ട് ചെയ്യുക എന്നുള്ളതും ഈ പാറ്റേൺ ക്രമത്തിൽ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കണക്ട് ചെയ്ത് ചിന്തിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അടുത്തതായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, പല മതങ്ങളും അല്ലെങ്കിൽ പല ചിന്തകരും ഒക്കെ നമ്മുടെ ഉള്ളിലേക്ക് കുത്തിവെച്ചതായിട്ടുള്ള ഒരു തെറ്റായിട്ടുള്ള ഒരു കാര്യമുണ്ട്. അതായത് ഈ പണം എന്ന് പറയുന്നത് ഒരു സെൽഫിഷ് ആയിട്ടുള്ള സംഗതിയാണ്, അല്ലെങ്കിൽ ഈ പണത്തിന് ഒരു നെഗറ്റീവ് ടച്ച് ഉണ്ട്. അപ്പൊ നമ്മൾ പല സമയത്തും നമ്മൾ പല പുസ്തകങ്ങളൊക്കെ വായിക്കുന്ന സമയത്ത് നമ്മൾ കേട്ടിട്ടുണ്ട് ധനികന് എങ്ങനെയാണ് രക്ഷപ്പെടാനായിട്ട് സാധിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ. അപ്പൊ ഈ ധനികന്റെ അവസ്ഥ എന്ന് പറയുന്നത് സ്വർഗത്തിലൊന്നും അവന് സ്പേസ് ഇല്ല, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ കേൾക്കുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ ഒരു ധനികനായിട്ടുള്ള വ്യക്തിയാണ് അയാൾക്കും ചുറ്റിനുള്ളവർക്കും ഈ ഭൂമിയിൽ സ്വർഗം പണിയുന്നത് എന്നുള്ളതാണ്. അത് സെൽഫിഷ്നെസ് അല്ല, അതിനപ്പുറത്തേക്ക് നമ്മുടെ എവല്യൂഷന്റെ ഒരു ഭാഗം തന്നെയാണ് ഈ ധനം അല്ലെങ്കിൽ സമൃദ്ധി ഉണ്ടാക്കുക എന്നുള്ളത്. അടുത്തതായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ഉയർന്നിട്ടുണ്ടെങ്കിൽ റെസ്പോൺസിബിലിറ്റി വർദ്ധിക്കുകയാണ്. പല ആൾക്കാർക്കും റെസ്പോൺസിബിലിറ്റി എടുക്കാനായിട്ട് മടിയാണ്. അതുപോലെ തന്നെ റിസ്ക് വർദ്ധിക്കുകയാണ്. പല ആളുകൾക്കും ഈ റിസ്ക് എന്ന് പറയുന്നത് എപ്പോഴും അവർക്ക് സേഫ് സോണിലാണ് കഴിയേണ്ടത് എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ റെസ്പോൺസിബിലിറ്റിക്കും റിസ്കിനും അപ്പുറത്തേക്ക് നമുക്ക് വളരാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് യഥാർത്ഥത്തിലുള്ള ഈ റിസ്ക് ടേക്കിംഗ് കപ്പാസിറ്റി നമ്മുടെ ഉള്ളിൽ നമുക്ക് വളർത്തിക്കൊണ്ടുവരാനായിട്ട് സാധിക്കുകയുള്ളൂ. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരു പണം ഉണ്ടാക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ സാധാരണക്കാരന്റെ ചിന്തകളിൽ നിന്നും മാറി ഒരു റിച്ച് മൈൻഡ് സെറ്റിലേക്ക് നമ്മളെ തന്നെ അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ധനം ഉണ്ടാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. പല ആളുകൾക്കും ഇൻസ്റ്റന്റ് കംഫർട്ട് അഡിക്ഷൻ ആണ്. അതായത് ഒരു ജോലി ചെയ്യുന്നു, അതിൽ നിന്ന് കിട്ടുന്നതായിട്ടുള്ള ചെറിയ പണം കൊണ്ട് സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുന്നു, അതിൽ നിന്ന് കംഫർട്ട് ആയിട്ട് മുന്നോട്ട് പോകുന്നതായിട്ടുള്ള ഒരു അവസ്ഥ. അങ്ങനെ നമ്മൾ നമ്മളെ തന്നെ സെറ്റിൽ ചെയ്യുവാണെങ്കിൽ, സേഫ് സോണിൽ നമ്മളെ തന്നെ ലോക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അതിന്റെ അപ്പുറത്തേക്കുള്ള വിശാലമായിട്ടുള്ള സാധ്യതകളുടെ ഒരു ലോകത്തിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ്. അപ്പൊ പല ആളുകളും ജോലിക്ക് വേണ്ടി അന്വേഷിക്കുമ്പം ആരാണോ യഥാർത്ഥത്തിൽ ധനികനാകാൻ വേണ്ടി അന്വേഷിക്കുന്നത് അവനാണ് യഥാർത്ഥത്തിൽ കൂടുതൽ ഫിറ്റസ്റ്റ് എന്ന് ഞാൻ പറയും. അന്വേഷണം മാത്രം പോരാ, അവന്റെ ജീവിതത്തിൽ പ്രവൃത്തിയും വേണം എന്നുള്ളതാണ്. എങ്ങനെയാണ് നമ്മൾക്ക് ഈ ആഗ്രഹങ്ങളും നമ്മുടെ പ്ലാനുകളും ഒക്കെ ബ്ലോക്ക് ആയിട്ട് ഇങ്ങനെ കിടക്കുമ്പോൾ, പല ആൾക്കാർക്കും ആഗ്രഹമുണ്ട് പക്ഷെ ചെയ്യാൻ പറ്റുന്നില്ല. അതിനെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് മുമ്പൊരു വീഡിയോയിൽ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അതായത് നമുക്ക് ആഗ്രഹമുണ്ട് ബട്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, എന്തുകൊണ്ടാണ്, എങ്ങനെ സാധിക്കും എന്നുള്ളത്. ഏറ്റവും ബിഗ്ഗസ്റ്റ് മിസ്റ്റേക്കും ഏറ്റവും അവസാനമായിട്ട് ഞാൻ പറയുന്ന ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പല ആളുകൾക്കും എനിക്ക് ഒരുപാട് പണക്കാരനാകണം എന്നുള്ള ചിന്ത ഉള്ളിൽ കിടപ്പുണ്ട് എന്നുള്ളതാണ്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്ത് കർമ്മം ചെയ്തുകൊണ്ടാണ് ഞാൻ, അല്ലെങ്കിൽ എന്റെ പർപ്പസ് എന്താണെന്നുള്ളത് എനിക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുന്നില്ല. അപ്പൊ എന്റെ പർപ്പസ് എന്താണെന്ന് കണ്ടെത്തിക്കൊണ്ട് എനിക്ക് പണക്കാരനാണെന്നുള്ള ആ ഒരു ചിന്തയ്ക്ക് അപ്പുറത്തേക്ക് എന്റെ കർമ്മത്തിലൂടെ എനിക്ക് സൊസൈറ്റിക്ക് കോൺട്രിബ്യൂഷൻ നൽകിക്കൊണ്ട് മറ്റുള്ളവർക്ക് ഗുണപരമായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് എനിക്ക് പണക്കാരനാണെന്നുള്ള രീതിയിൽ ചിന്തിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് യഥാർത്ഥത്തിലുള്ള അതിന്റെ ആ താക്കോൽ ആക്സസ് ചെയ്തിട്ട് അതിന്റെ ശരിയായിട്ടുള്ള പാത്തിലൂടെ നമുക്ക് നടക്കാനായിട്ട് സാധിക്കുന്നത്. ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പണം പുറത്തുനിന്ന് വരുന്ന ഒരു സംഗതിയല്ല, അത് നമ്മളുടെ അകത്തെ അലൈൻമെന്റിനെ ആശ്രയിച്ചിരിക്കുന്നു. നമ്മുടെ അകത്തെ അലൈൻമെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ പ്രപഞ്ചവുമായിട്ട് അലൈൻ ആയതിന് തുല്യമാണ്. എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അകത്ത് തന്നെയാണ് പ്രപഞ്ചം ഉള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലത്തേക്ക് നിർത്തുകയാണ്. നമസ്തേ.